സോപ്പ് പൊടിയാ, കഴിവാനുള്ള സോപ്പ് പൊടി. ഇതാണ് തേങ്ങ വീണ് എടുത്തോണ്ട് വരുന്നത്. പത്രം കറക്റ്റായിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞു. നമസ്കാരം. 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 നമ്മളിപ്പോ നിൽക്കുന്ന ചാരുമൂട്ടിലാണ്, സുരേഷ് അണ്ണന്റെ വീട്ടിലാ. ഇവിടെ വന്നതിനൊരു വലിയ പ്രത്യേകത, ഒരാളെ കാണാന്, ഒരു വീട്ടിലൊരു അംഗമാണ് എല്ലാ പരിപാടിയും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരാളാണ്. തീർച്ചയായിട്ടും നമുക്ക് വാ വാ ഡോറ ഡോറ നമുക്ക് ആളെ എന്തായാലും വിളിക്കാം. ആളെ വരും. ഡോറ ദാണ്ട വരുന്ന ആള്. വാ 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 വാ. ദാണ്ട ഹലോ. എന്തൊക്കെയുണ്ട് വിശേഷം? ഒരു കൈ എനിക്കൊരു കൈ ഒരു കൈ. അത് തന്നെ. അപ്പൊ ഇതാണ് നമ്മുടെ ഡോറ. ഇയാള് വിശേഷങ്ങളെ കാണാം കേട്ടോ പറഞ്ഞേ. ഇയാളെല്ലാം ചെയ്യും. ഇയാള് പാല് മേടിച്ചോണ്ട് വരും, പത്രം എടുക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ ചേച്ചിക്ക് വെളിയിലുള്ള എന്ത് പച്ചക്കറി ആണെങ്കിലും അല്ലെങ്കിൽ വെളിയിൽ നിന്ന് എന്ത് സാധനം മേടിച്ചോണ്ട് വരും അതെല്ലാം മേടിച്ചോണ്ട് വരും. അതുപോലെ സോപ്പ് പൊടിയ എല്ലാ സാധനവും ചെയ്യും. അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. എല്ലാം നമുക്ക് നേരിട്ട് കാണാം. ഇവിടെ പത്രക്കാരൻ പത്രം കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഡോറ പോയി അത് എടുത്തോണ്ട് വരും. അപ്പൊ അയാളുടെ കളിപ്പാട്ടം വിട്ടോ കഴിയില്ല. അയാൾ പോയി പത്രം എടുത്തോണ്ട് വരും. നമ്മൾ ഇവിടെ തന്നെ നിൽക്കുക. അയാൾ പോയി എടുക്കുന്നുണ്ട് വേണം. അയാൾ പോയി കണ്ടോ ഹൈറ്റ് എഴുതെടുത്തു. പത്രം വരുന്നത് എന്റെ കൈ കൊണ്ട് തരും. കൊണ്ടുവാ. പത്രം കറക്റ്റായിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞു. നമ്മുടെ വീട്ടാവശ്യമായിട്ട് എന്തുണ്ടെങ്കിലും അയാൾ കറക്റ്റ് ചെയ്തെടുത്തോണ്ട് വരും. കണ്ടോ, ഇതാണ് തേങ്ങ വീണ് എടുത്തോണ്ട് വരുന്നത്. അകത്തുകൊണ്ട് കൊടുക്കും ഇതല്ലയോ? അതാണ് അടുക്കളയിൽ കൊണ്ട് കൊടുക്കും. അത് തന്നെ. അയാൾ എന്ത് പറഞ്ഞാലും വീട്ടാവശ്യമുള്ള എന്ത് കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യും. അല്ലേ, അയാൾ വീടിനകത്തൊന്നും മൂത്രം ഒഴിക്കത്തില്ല. കൃത്യമായിട്ട് അയാളെ ആ ഒരു സ്ഥലത്ത് പോയേ മൂത്രം ഒഴിക്കത്തുള്ളൂ. കറക്റ്റായിട്ട്. ഇതിൽ കൂടുതൽ സൗകര്യം വേണോ? ദിലീപ് സിനിമയ്ക്കകത്ത് 3 മാസം കൊണ്ടാണ് പട്ടിയെ മൂത്രം ഒഴിപ്പിച്ച്. സോപ്പ് പൊടിയാ, കഴിവാനുള്ള സോപ്പ് പൊടി എല്ലാം കൊണ്ട് കൊടുക്കും. പാലും കൊണ്ട് കൃത്യമായിട്ട് കൊണ്ട് കൊടുക്കും. ഇനി അപ്പുറത്തെ വീട്ടിൽ നിന്നാണ് അയാളെ കളിപ്പാട്ടം വിട്ടൊരു കളിയില്ല. എവിടെ പോയാലും കളിപ്പാട്ടം പണ്ടും പോയിട്ട് എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ, പോയിട്ട് വെളിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അകത്തിടുന്ന ചെരുപ്പ് കറക്റ്റായിട്ട് എടുത്തോണ്ട് കൊടുക്കും. കണ്ടോ, ഇത് അകത്തിടാനുള്ള ചെരുപ്പാ, കൃത്യമായിട്ട് എടുത്തോണ്ട് വരും. കളിപ്പറ്റ എടുത്തോണ്ട് പോയിക്കോ. നമ്മളിപ്പോ പുറത്ത് പോയിട്ട് വന്നിട്ട് ചുമ്മാ ഡിക്കി തുറന്ന് കാണിച്ചാൽ മതി. അയാൾ കറക്റ്റായിട്ട് ഇത് കണ്ടോ, അയാൾ കറക്റ്റായിട്ട് കൊണ്ടുവന്ന് കൊണ്ട് കൊടുക്കാൻ പോകും. തുറന്നാ മതി, ഇയാൾ കറക്റ്റായിട്ട് കൊണ്ടുവന്ന് അകത്ത് കൊണ്ട് കൊടുക്കും. കറക്റ്റായിട്ട് അടുക്കളയിൽ എത്തിയിരിക്കുന്നത്. വെളി തുറന്നു കൊടുത്താൽ മതി, അടുക്കളയിൽ എത്തുന്നത്. ഇത് കണ്ടോ കൊണ്ട് കൊടുത്തു കഴിഞ്ഞ്. ചേച്ചി ഇതിപ്പോ എന്ത് കൊണ്ടുവന്നാലും അയാള് കൊണ്ടുതരും. എല്ലാ സാധനവും കൊണ്ടുതരും. വണ്ടി വന്ന് നിൽക്കുമ്പോഴേ ഡിക്കി തുറന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. എന്താ സാധനം ഉണ്ടെങ്കിലും ഇവിടെ അടുക്കളയിൽ കൊണ്ടുതരും. അതുപോലെ പറയുന്നത് അതുപോലെ കേൾക്കും. വനിത വന്നാൽ എന്റെ കയ്യിലേ കൊണ്ടുതരത്തുള്ളൂ. വനിത വന്നാല് അപ്പൊ ഞാൻ അത് ഉപയോഗിക്കുന്നത് നമുക്കറിയാം. വനിത ഞാൻ എവിടെ നിൽക്കുന്നു അവിടെ കൊണ്ടുതരും. പത്രം വന്ന് ഞാൻ കൊണ്ട് കൊടുക്കും. വേറെ തിരിച്ച് അവർക്ക് അറിയാൻ പറ്റും. എത്ര വർഷമായി? 4 വയസ്സായി. എവിടുന്ന് അയാളെ കിട്ടിയത്? കുണ്ട്രേന്ന് കളക്ട് ചെയ്തതാ. ഇപ്പം ശരിക്കും ഈ വീട്ടിലെ ഒരു അംഗം തന്നെ എന്ന് പറഞ്ഞാൽ ഇവരുടെ 100% ഇല്ലയോ? നമ്മുടെ റൂമിനകത്ത് തന്നെ കിടക്കുന്നത്. മോളെവിടാ? മോളെവിടാ?
അപ്പുറത്തെ റൂമിൽ മോള് ഇപ്പോൾ എറണാകുളത്ത് അമൃതയും പഠിക്കുന്നു. ഓ ശരി. അപ്പൊ എല്ലാവർക്കും ഒരു അംഗമായിട്ട് തന്നെ അവിടെ നിൽക്കുന്നത്. പിന്നെ കഴിക്കുന്നത് എന്തൊക്കെയാണ്? നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡും കഴിക്കും. ആപ്പിൾ, ഓറഞ്ച്, മാങ്ങ ഇതൊക്കെയാണ് പുള്ളിക്ക് ഏറ്റവും ഇഷ്ടം. നീ വാ വരും. മറ്റേ എന്ത് പറഞ്ഞാലും നമ്മൾ എന്ത് പറഞ്ഞാലും ചെയ്യും. ഒന്ന് പറഞ്ഞാ എടുത്തോ അങ്ങോട്ട് വയ്ക്കോ അകത്ത് വയ്ക്കോ പോയല്ലേ അവിടെ ഇരുന്ന് കേട്ടോ. വാ അവിടെ ഇരുന്നോ. വരുമ്പോ ആദ്യം വന്നു കഴിഞ്ഞാല് അവരെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ഇയാള് പിന്നെ പുറത്തുനിന്ന് പരിചയമില്ലാത്തവർ വന്നാൽ വീട്ടിൽ കയറ്റത്തില്ല. ഭയങ്കരമായിട്ട് കുരയ്ക്കും. പിന്നെ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ പിന്നെ പരിചയമായി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. 40 ദിവസം പ്രായമായപ്പോ ഇവിടെ കൊണ്ടുവന്നാണ്. 40 ദിവസമായപ്പോ കിട്ടിയത്. ആദ്യമേ കൊണ്ടുവന്നപ്പോ അമ്മ ഇവിടുന്ന് ഓടിച്ചു വിട്ടു. ഇവിടെ വേണ്ടാന്നും പറഞ്ഞു തിരിച്ചു കൊണ്ടുപോയതാ. ആദ്യം കൊണ്ടുവന്നാളെ തിരിച്ചു കൊണ്ടുവന്നിട്ട് ഇപ്പൊ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം ഇവിടെ. ഞാൻ 12 മണി 1 മണിയാവും 12 മണിയൊക്കെ ആവും കിടക്കുമ്പോൾ. ഞാൻ പോകാതെ കിടക്കാൻ പോകത്തില്ല. പോയി കിടക്കത്തില്ല. ഇവിടെ കിടക്കത്തേ ഉള്ളൂ. ഒരാൾക്ക് വയ്യാതെ വന്ന് ഇതായിട്ടിരിക്കുമെന്ന് ഇയാൾ ഉറങ്ങത്തുമില്ല. ശരിക്കും ഒരു മനുഷ്യനും അപ്പുറമാണ് നമ്മുടെ ഈ ഒരു. അതന്നെയല്ല, നമ്മള് ഇപ്പൊ പുറത്തു പോകുമ്പോ ഈ കഥ കൂട്ടാൻ സമ്മതിക്കത്തില്ല. ഞങ്ങൾ ഈ ഫ്രണ്ട് കഥ തുറന്നിട്ടിട്ടേ പോകത്തുള്ളൂ. ഞങ്ങൾ തിരിച്ചു വരുന്നവരെ ഈ സിറ്റ് ഔട്ടിൽ തന്നെ കിടക്കും. ഒരിക്കൽ ഞങ്ങൾ ഒരു ദിവസം പുറത്ത് പോയിട്ട് വരാൻ താമസിച്ചു. പിറ്റേന്ന് രാവിലെയാ വന്ന് പോയിട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ട് താമസിച്ചു പോയി. ഈ കഥ അടയ്ക്കാൻ സമ്മതിച്ചില്ല. മറ്റേ ഇവിടെ നിൽക്കുന്ന ഒരു ജോലിക്കാരി ചേച്ചിയുണ്ട്. ആ ചേച്ചി ഇപ്പൊ അകത്ത് കയറാൻ സമ്മതിച്ചില്ല. ഈ സിറ്റ് ഔട്ടിൽ തന്നെ നേരം വെളുക്കോളം ഇരിക്കേണ്ടതായിട്ട് വന്നു. അകത്ത് കയറിയില്ല. ഞങ്ങൾ വരാതെ ഇത് പെരക്കകത്തോട്ട് കയറത്തില്ല. കഥ അടച്ചപ്പോഴാണ് ഇതെല്ലാം മാറ്റി പറിച്ചത്. ഇവിടെ ഇപ്പൊ അണ്ണനൊന്നും വന്നില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ആരുണ്ടെങ്കിലും വെളിയിൽ ഇരുന്ന് ഉറങ്ങാൻ പറ്റത്തുള്ളൂ. കാരണം കഥ അടയ്ക്കാൻ താമസിക്കത്തില്ല.